അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ കിട്ടിയതിനെ ചൊല്ലി ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം രണ്ട് തട്ടിലാണ്. സെൻസിബിലിറ്റി ഇല്ലാത്ത രചനകളാണ് അഖിലിന്റേതെന്ന് കൽപ്പറ്റ നാരായണൻ വിമർശിച്ചു. സാഹിത്യം ഒരു ബിസിനസ് എന്ന് മാത്രമല്ലെന്നും കൽപ്പറ്റ നാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രധാനപ്പെട്ട എഴുത്തുകാരാകും എന്ന് ഉറപ്പിക്കാൻ വേണ്ടത് അവരുടെ കലാസൃഷ്ടിയിൽ ഉള്ള ആളുകളെയാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് നേരത്തെ. അപ്പോൾ അതൊരു ദിശാസൂചികയാണ്. ഇനി വരുന്ന എഴുത്തുകാർക്ക് പിന്തുടരാവുന്ന ഒരു മാർഗമാണ്. പക്ഷെ ഈ അഖിൽ പി ധർമ്മജന്റെ നോവൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം സാധാരണമായിട്ടുള്ള അതിസാധാരണമായിട്ടുള്ള ഒരു രചനയാണ്. ഒരു സെൻസിബിലിറ്റിയും ആവശ്യമല്ലാത്ത ഒരാൾക്ക് എഴുതാൻ കഴിയുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ. എഴുത്ത് ഒരു ബിസിനസ് അല്ല, അതൊരു സർഗാത്മക പ്രവർത്തനം ആണ്. വായനക്കാരന്റെ സെൻസിബിലിറ്റി അളക്കാൻ പ്രത്യേകമായ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലെന്ന് പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റ് അശോകൻ ചെരുവിലിന്റെ മറുപടിയും വന്നു. ജൂറി ഭാഷയോട് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ചെയ്തതെന്നാണ് എഴുത്തുകാരി ഇന്ദു മേനോൻ പറഞ്ഞത്. മലയാളത്തിലെ യുവ എഴുത്തുകാരെ പ്രതിനിധീകരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് തെറ്റാണ്, അത് ഭാഷയോട് ചെയ്യുന്ന തെറ്റെന്നും ഇന്ദു മേനോൻ പ്രതികരിച്ചു. മലയാളത്തിലെ യുവ എഴുത്തുകാരെ പ്രതിനിധീകരിക്കുന്ന പുസ്തകമാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയ പുസ്തകം എന്ന് പറയുന്നത് ഭാഷയോട് ചെയ്യുന്ന അക്ഷന്തവ്യമായ കുറ്റകൃത്യമാണ്. അത് മാത്രമേ എന്റെ വിഷയമുള്ളൂ. പക്ഷെ ഒരാൾക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് എന്ത് വിഷമവും, അതൊരു സന്തോഷല്ലേ. പിന്നെ അത് മാത്രല്ല, ഒരാൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല, അതെനിക്കറിയാം. പക്ഷേ ഇത് പറയാതിരിക്കുന്നത് ഞാൻ എന്റെ ഭാഷയോട് ഒരു വായനക്കാരി എന്ന നിലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. പിന്നെ ജൂറിയെ കുറിച്ച് പ്രത്യേകം പറയണം. ഇതുപോലെ ഒരു ജൂറിയെ, ആ ജൂറിയാണ് ഈ ഭാഷയോട് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ആ ജൂറിയാണ്. ഇന്ദു മേനോന്റെ അഭിപ്രായം അല്പം കടന്നുപോയെന്നായിരുന്നു അഖിൽ പി ധർമ്മജൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. അവരുടേതായിട്ടുള്ള സ്പേസ് നിന്നിട്ട് അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ തീർച്ചയായിട്ടും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇന്ദു മാഡത്തിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി കടന്നുപോയിട്ടുള്ളൊരു ആക്ഷേപത്വം എന്നുള്ള പോലെയാണ്. അതിപ്പം നമ്മുടെ ഓരോരുത്തരുടെ, ഇപ്പം ഞാൻ പ്രതികരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല വേറൊരാൾ പ്രതികരിക്കുന്നത്. അത് അവരുടെ സ്പേസ്, അവർ പ്രതികരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു എന്താണെന്ന് പറയുക, നമ്മളങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിനു വേണ്ടി കമൻറ്റ് സെക്ഷനിൽ വരുന്നതിനും മറുപടി പറയാനും അങ്ങനെ ഞാൻ അങ്ങനെയുള്ളതിനൊന്നും പോകാറില്ല. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നുണ്ട്. ലിജോ, ഇതിനകം തന്നെ 50-ലേറെ എഡിഷനുകൾ പിന്നിട്ടിരിക്കുകയാണ് അഖിൽ പി ധർമ്മജന്റെ രാംകോ ആനന്ദി. അദ്ദേഹത്തിന്റെ ഇതിന് മുന്നിലുള്ള ഈ മറ്റ് മെർക്കുറി ഐലൻഡ് ആവട്ടെ, അതല്ലെങ്കിൽ ഓജോ ബോർഡ് ആകട്ടെ, അതിനൊന്നും കിട്ടാത്തൊരു വലിയ, ഇപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം ഇറങ്ങിയിരിക്കുന്നു, ഇതിനൊന്നും കിട്ടാത്തൊരു വലിയ സ്വീകാര്യത രാംകോ ആനന്ദിയെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതിന്റെ ഭാഷ തന്നെയാണ്. അതിന്റെ വളരെ ലളിതമായ ഭാഷ, ഓരോ മനുഷ്യനും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കഥ പറച്ചിൽ രീതി ഒക്കെ തന്നെയാണ് രാംകോ ആനന്ദി ഇത്രത്തോളം വ്യത്യസ്തമായതും ഇത്രത്തോളം ജനകീയമാക്കിയതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിലവിലെ ഈ വിവാദത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ലിജോ? സേതുലക്ഷ്മി, അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തവണത്തെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ സ്വീകാര്യതയാണോ അല്ലെങ്കിൽ സാഹിത്യം എന്ന നിലയിൽ ഭാഷയിലെ സാഹിത്യത്തിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്നീ രണ്ട് തട്ടിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എഴുത്തുകാർ ഇക്കാര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ വന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇന്ദു മേനോൻ്റെയാണ്. അതായത് വളരെ മോശം ഭാഷ അല്ലെങ്കിൽ വളരെ ഇപ്പോൾ മുത്തുച്ചിപ്പി പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ ലൈറ്റായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഭാഷ കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു എഴുത്താണ് അല്ലെങ്കിൽ ഒരു സാഹിത്യകൃതിയാണ് ഈ നോവൽ എന്നുള്ളതാണ് ഇന്ദു മേനോൻ്റെ ആക്ഷേപം. അത്തരത്തിലൊരു അവാർഡ് നൽകിയതിൽ അവർ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒരു മലയാളത്തിലെ യുവ എഴുത്തുകാരെ പ്രതിനിധീകരിക്കാൻ പോകുന്ന ശേഷി ആ പുസ്തകത്തിനില്ല എന്നുള്ളതാണ് അവരുടെ വാദം. സമാനമായി തന്നെ ഇപ്പോൾ കൽപ്പറ്റ നാരായണൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ
പുസ്തകം വിറ്റഴിച്ച് അല്ലെങ്കിൽ കൂടുതൽ പതിപ്പുകൾ ഇറങ്ങി എന്നതുകൊണ്ട് മാത്രം ഒരു പുസ്തകത്തെ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയാൻ കഴിയില്ല. അതിന് അതിൻ്റെതായ സാഹിത്യം എന്ന നിലയ്ക്ക് അതിന് മറ്റൊരു സത്തയുണ്ട്. അല്ലെങ്കിൽ കേവലം വളരെ ലളിതമായി ഒരു പുസ്തകം എഴുതുന്നതിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹിത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള മറുപടികളുമായും നിരവധി ആളുകൾ, അഖിൽ പി ധർമ്മജന് പിന്തുണയുമായി നിരവധി ആളുകൾ വരുന്നതും സാഹിത്യ ലോകത്ത് നിന്ന് തന്നെ വരുന്നതും അത് വലിയ ചർച്ചയാവുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശോകൻ ചെരുവിലിനെ പോലുള്ള ആളുകൾ പറയുന്നത് അഖിൽ പി ധർമ്മജൻ ഈ നോവലിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഇതൊരു സിനിമാ കഥ പോലെ വളരെ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന സിനിമാ കഥ പോലെ അത്ര ലൈറ്റായിട്ടുള്ള ഒന്നാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ, അതായത് ജനപ്രിയത അവാർഡ് നൽകുന്നതിൽ ഏതെങ്കിലും തടസ്സമായി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് അശോകൻ ചെരുവിലിന്റെ വാദം. സമാനമായി തന്നെ മലയാളത്തിൽ ഇവിടെ ചർച്ച ആകുന്നതും ലളിതമായ ഭാഷയും ജനപ്രിയതയും ഒക്കെ അവാർഡിന്, പുരസ്കാരത്തിന് അതൊക്കെ എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ അഖിൽ പി ധർമ്മജന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള എല്ലാവർക്കും പറയാം, അദ്ദേഹത്തിന്റെ മെർക്കുറി ഐലൻഡ് ആവട്ടെ, അതല്ലെങ്കിൽ ഓജോ പാടാകട്ടെ, ഇതിലൊക്കെയും ഇത്തരത്തിലുള്ള ലളിതമായ ഭാഷയിലൂടെ തന്നെയാണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ വായനക്കാരെ അഖിൽ പി ധർമ്മജൻ സ്വാധീനിച്ചിട്ടുള്ളതും വായനക്കാരുടെ മനസ്സിലേക്ക് അഖിൽ പി ധർമ്മജൻ ഒരിടം നേടി. നമുക്ക് നോക്കാം ഈ വിവാദം ഏതുവരെ പോകുമെന്ന്, എവിടം വരെ പോകുമെന്ന്. ലിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.